ദൈവനാമത്തിന് മഹത്വം. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നുവെന്ന് ലോകത്തെ നോക്കി വിളിച്ചു പറഞ്ഞ അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ KM റോയ്ച്ചൻ അവരുടെ കൊടുക്കുകയാണ്. വിശ്വാസ ഹൃദയങ്ങളിൽ മായാത്ത പുഞ്ചിരി നൽകി ഇന്ന് നിത്യതയിൽ താനായിട്ട് 1 വർഷം തികയുന്നു. ഈ സമയത്ത് ദൈവദാസനെ ഓർക്കുന്നതിൽ ന്യൂസിന് അഭിമാനമുണ്ട്. 1997 ന്യൂസിന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന കാലം മുതൽ 2019 താൻ പ്രിയം വച്ച കർത്താവിന് സന്നിധി ചേർക്കപ്പെടും വരെയും ന്യൂസിന്റെ ശക്തനായ ഒരു പ്രവർത്തകനും ഉപദേശകനുമായിരുന്നു കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ. മലയോര മേഖലയായ കുമളി പഞ്ചായത്തിൽ അമരാവതി എന്ന കൊച്ചു ഗ്രാമത്തിലായിരുന്നു ദൈവദാസന്റെ ജന്മം. കാവുങ്കൽ മത്തായുടെയും പെണ്ണമ്മ മത്തായുടെയും 6 മക്കളിൽ ഏറ്റവും ഇളയ പുത്രനായിരുന്നു താൻ. തികഞ്ഞ കത്തോലിക്ക പാരമ്പര്യമുണ്ടായിരുന്ന വീട്ടിൽ നിന്നും ആദ്യമേ തന്റെ മാതാവും പിന്നീട് സഹോദരിമാരും വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. ആദിമകാലങ്ങളിൽ ആത്മീയ കൂടിവരവുകളിൽ ദീർഘദൂരം യാത്ര ചെയ്തും പലയിടത്തുമുള്ള ആരാധനയിൽ പങ്കെടുത്തും പല കൂട്ടായ്മയോടുള്ള ദൈവത്തിന്റെ വചനം കേട്ടും നല്ലൊരു ക്രിസ്ത്യ ജീവൻ നയിപ്പാൻ ദൈവദാസനിടയായി. തൻ്റെ അമ്മയുടെ ദർശനപ്രകാരം സ്വന്തം വസ്തുവിൽ നിന്നും അല്പം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തു. അതിലൂടെ IPC കട്ടപ്പന സെന്ററിന്റെ ശക്തമായ ഒരു കൂടിവരവ് അമരാവതി ഉടലെടുത്തു. ചെറുപ്രായം മുതലേ ആത്മീയ കാര്യങ്ങളോട് വലിയ താല്പര്യമുണ്ടായിരുന്ന ദൈവദാസൻ തൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം ബൈബിൾ കോളേജ് പഠനത്തിന് വേണ്ടി താൻ കടന്നു. ആയൂരുള്ള കേരള ക്രിസ്ത്യൻ ബൈബിൾ കോളേജിൽ BTech പഠനത്തിന് ചേരുകയും 5 വർഷം വചനം പഠിക്കുകയും അതേ സമയത്ത് തന്നെ ആ പ്രസ്ഥാനത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള സഭകളിൽ തനിക്ക് ശുശ്രൂഷിപ്പാനുള്ള ഭാഗ്യം ലഭിച്ചു. വീണ്ടും താൻ ഭവനത്തിലേക്ക് മടങ്ങി വരികയും IPC കുമ്പനാട് ഇന്ത്യ ബൈബിൾ കോളേജിൽ വീണ്ടും വചനം പഠിക്കുകയും പഠനത്തിനോടൊപ്പം തന്നെ കട്ടപ്പന സെന്ററിന്റെ ഉദയഗിരി സഭയിൽ താൻ ശുശ്രൂഷകനായി സ്ഥാനമേൽക്കുകയും ചെയ്തു. 2000 മെയ് 19 തൻ്റെ വിവാഹം. തൻ്റെ 26-ാമത്തെ വയസ്സിൽ കോട്ടയം സൗത്ത് പാമ്പാടി കളത്ര കൈതമറ്റം വീട്ടിൽ പ്രസിദ്ധ ഗാനരചയിതാവായ ഇവാഞ്ചലിസ്റ്റ് KM ഫിലിപ്പോസിന്റെ മകൾ ജെസിയായിരുന്നു ഭാര്യ. തൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ പ്രിയ സഹോദരി ഇടം വരണമെന്ന് തന്നെ പ്രാർത്ഥനയിൽ സഹായിക്കുകയും വേണ്ട എല്ലാ പ്രോത്സാഹനവും കൊടുത്തു. തുടർന്ന് 2001 ദൈവം ഒരു ആൺപൈതലിനെ അവർക്ക് ദാനമായി. 4 വർഷങ്ങൾക്ക് ശേഷം ഒരു പെൺപൈതലിനെ കൂടെ അവർക്ക് ലഭിച്ചുവെങ്കിൽ പ്രസവത്തോടു കൂടെ ആ കുഞ്ഞ് ലോകത്തു നിന്നും മാറ്റപ്പെടുവാനിടയായി. വീണ്ടും നീണ്ട 13 വർഷങ്ങൾക്ക് ശേഷം ഒരാൺപൈതലിനെ കൂടെ കർത്താവർക്ക് ദാനമായി. ഈ കാലഘട്ടത്തിലെല്ലാം തന്നെ തൻ്റെ ശുശ്രൂഷയിൽ ഒരുപാട് ഭാരങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും ഞെരുക്കങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അവർ കുടുംബമായി നിന്ന് ശക്തമായ നിലയിൽ കർത്താവിന് വേണ്ടി പ്രയോജനം. തൻ്റെ 18-ാമത്തെ വയസ്സ് ഏറ്റെടുത്ത ദൗത്യം തൻ്റെ 45-ാമത്തെ വയസ്സ് പൂർത്തീകരിക്കും വരെ ദൈവം കൊടുത്ത കൃപയ്ക്കനുസരിച്ച് അനേക സ്ഥലങ്ങളിൽ കടന്നുപോയി അനേകാത്മാക്കളെ നേടുവാൻ ദേവദാസനെ കുടുംബമായി കർത്താവ് സഹായിച്ചു. നീണ്ട 16 വർഷങ്ങൾ കട്ടപ്പന സെന്റർ IPCയുടെ വിവിധ സഭകളിൽ താൻ സേവനമനുഷ്ഠിച്ചു. അവസാന 7 വർഷങ്ങൾ തേക്കടി സെന്റർ IPCയുടെ പ്രവർത്തനത്തിലും താൻ മുഖ്യ പങ്കാളിത്തം വഹിച്ചു. ഉദയഗിരി, കനകക്കുന്ന്, ചേരിയാർ, ഇരട്ടയാർ, കിളിബറിയ, ചിന്തലാർ, ചേറ്റുകുഴി, ലപ്പക്കട, അഞ്ചൽ, ആയൂർ, കരവാളൂർ എന്നീ സ്ഥലങ്ങളിൽ താൻ ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട ചില സ്ഥലങ്ങളാണ്. തൻ്റെ അവസാന സമയങ്ങളിൽ ഒരു ശക്തനായ പരസ്യയോഗ പ്രഭാഷകനായി താൻ നിലകൊണ്ടു. അതുകൂടാതെ തന്നെ അനേക സഹോദരി സഹോദരന്മാരെ വചനം പഠിപ്പിക്കുവാനും അതിലൂടെ കർത്താവിലേക്ക് നേടുവാനും പ്രിയ ദേവദാസനെ അവസാന നാളുകളിൽ കർത്താവ് ശക്തമായി ഉപയോഗിച്ചു.
2018-19 കാലഘട്ടങ്ങളിൽ തനിക്ക് ഹൃദയ സംബന്ധമായ രോഗത്താൽ പിടിക്കപ്പെട്ടുവെങ്കിലും താൻ ചികിത്സ തേടിയെങ്കിലും ചികിത്സകൾ പരാജയപ്പെടുകയും തൻ്റെ 45-ാമത്തെ വയസ്സിൽ താൻ പ്രിയം വച്ച കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനും ഇടയാക്കി. 45-ാമത്തെ വയസ്സിൽ താൻ പൂർത്തീകരിച്ച വേല അതിൻ്റെ ബാക്കിയായി പ്രിയ ദേവദാസിയും കുഞ്ഞുങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അനേകാത്മാക്കളെ നേടുവാൻ ഇടയാകട്ടെ എന്ന് VYG സിംഹൂസ് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ വാക്കുകൾ കേൾക്കുന്ന എല്ലാ ദൈവമക്കളും പ്രിയ ദേവദാസിയെയും കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ദേവദാസനെ അക്കരെ നാട്ടിൽ കാണാമെന്ന പ്രതീക്ഷയോടുകൂടെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം സഹോദരൻ ഡേവിഡ്സൺ പാലക്കാട്. ആമേൻ.